നാം യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ യാത്രയിൽ കൂടെയുള്ളവരെ നാം പരിഗണിക്കണം. കൂടെയുള്ള ആളുകളെ നമ്മൾ പരിഗണിക്കണം. ആ വിഷയത്തിൽ നാം ശ്രദ്ധിക്കാറില്ല. നമ്മൾ ചിലപ്പോൾ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഇടങ്ങളിൽ AC പറ്റാത്ത ആളുകളുണ്ടാവും. അപ്പൊ എല്ലായിടത്തും AC ഉണ്ട്. ചിലപ്പോൾ AC പറ്റാത്ത വളരെ പ്രയാസമുള്ളവരുണ്ടാവും. ആ ആളുകൾക്ക് വേണ്ടി നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് കുറച്ച് അല്പം ചൂടല്ലേ ഉള്ളൂ. പക്ഷേ അവർക്ക് AC ഉണ്ടായാൽ അവിടെ ഇരിക്കാൻ കഴിയില്ല. അവർക്ക് ചിലപ്പോൾ വാഹനത്തിൽ തന്നെ യാത്ര ചെയ്യുമ്പോൾ AC ഉണ്ടായാൽ പറ്റാത്ത ആളുകളുണ്ടാവും. അവരോടൊക്കെയും ഇയാള് വലിയ ശല്യമായി പോയി എന്ന് പറഞ്ഞ് പ്രയാസപ്പെടുത്തരുത്. അദ്ദേഹത്തിനുള്ള രോഗം കൊണ്ട് AC ഇടാൻ പറ്റില്ല. അത്തരം വിഷയങ്ങളിലൊക്കെയും പ്രിയമുള്ള സഹോദരങ്ങളെ നാം ശ്രദ്ധിക്കണം. ആ യാത്രയിൽ മറ്റുള്ളവർക്ക് കൂടി സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. തന്റെ സഹോദരന് ഒരാൾ സഹായം ചെയ്തു കൊടുത്താൽ തന്റെ സഹോദരന് സഹായിച്ചു കൊണ്ടിരിക്കുന്നിടത്തോളം കാലം അള്ളാഹുവിന്റെ സഹായം അവന് ലഭ്യമാകുമെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്വഹാബികളോട് മുത്തുനബി പറഞ്ഞു, നിങ്ങൾ വാഹനമില്ലാത്തവർക്ക് 2 വാഹനമുള്ളവർ വാഹനം നൽകണം. നിങ്ങളിൽ സമ്പത്തില്ലാത്തവർക്ക് സമ്പത്ത് നൽകണം. വീടില്ലാത്തവർക്ക് വീട് നൽകണം. ഇങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ മുത്തുനബി പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ അയൽവാസികൾ ചിലപ്പോൾ വാഹനമില്ലാത്തവരുണ്ടാകാം. ചിലപ്പോൾ ഫാമിലിയുമായി ഒന്ന് യാത്ര പോകാൻ അവർക്ക് വാഹനമില്ല. നമുക്കാണെങ്കിലോ എനിക്ക് വലിയ കിലോമീറ്റർ യാത്ര ചെയ്തു പോകാൻ വലിയ വണ്ടി എനിക്കുണ്ട്, വലിയ ഇന്നോവയുണ്ട്, എനിക്ക് വലിയ വാഹനമുണ്ട്. അതുപോലെ ലോക്കലൊക്കെ ഒന്ന് പോകാൻ എനിക്ക് സ്വിഫ്റ്റ് കാർ വേറെയുമുണ്ട്, എന്റെ വൈഫിന് വേറെയും ഉണ്ട്, എനിക്ക് ഇലക്ട്രിക്കിന്റെ വേറെ വണ്ടിയുണ്ട്, എനിക്ക് ആക്റ്റീവ വേറെ സൗകര്യത്തിന് വേണ്ടി വേറെയുമുണ്ട്. ഇടക്കൊന്ന് മൂന്നാർ വരെ പോയി വരാൻ ബുള്ളറ്റുമുണ്ട്. പിന്നെ 18 വയസ്സ് തികഞ്ഞാൽ അപ്പൊ തന്നെ വണ്ടി എടുക്കാൻ കാത്തിരിക്കുന്ന മകന് അതേ വണ്ടി വേറെയും ഉണ്ട്. ഇത്രയും വണ്ടി കച്ചവടം നടത്തുവാണോ എന്ന് ചോദിക്കും വിധത്തിൽ വാഹനമുള്ളവരെ, തന്റെ അയൽവാസിയെ കുറിച്ച് നീ ചിന്തിക്കണം. ചിലപ്പോൾ അവനെ കുറിച്ച് നീ ചിന്തിക്കണം. അവൻ ഒരു വാഹനത്തിന് വേണ്ടി പ്രയാസപ്പെടുന്നുവെങ്കിൽ നീ ഒരു വാഹനം ആരും അറിയാതെ വാങ്ങിക്കൊടുത്താൽ അത് നിന്റെ അയൽവാസിയോടുള്ള കടപ്പാടും നിന്റെ അയൽവാസിയോട് നീ കാണിക്കുന്ന വലിയ സ്നേഹവുമാണെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വാഹനം എത്രയാണ് നമുക്കുള്ളത്? പക്ഷേ നമ്മുടെ അയൽവാസികളായ ആളുകൾ വളരെ പ്രയാസപ്പെടുമ്പോൾ ചിലപ്പോൾ ഹോസ്പിറ്റൽ കേസിനൊക്കെ വേണ്ടി ഓടിപ്പിടിച്ച് നമ്മുടെ അടുത്ത് വന്നിട്ട് ഒന്ന് പോകാനാണ് വാഹനം തരുമോ എന്ന് ചോദിക്കും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പറയാം വണ്ടിക്ക് CC അല്ലെങ്കിൽ അല്ല ഇൻഷുറൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ന്യായം പറഞ്ഞിട്ട് കൊടുക്കാതിരിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, അത്തരം പ്രവൃത്തികൾ നാം ചെയ്യാൻ പാടില്ല. യാത്ര ചെയ്യുന്നവര് കൃത്യമായി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ് പരസ്പര സഹായങ്ങൾ. യാത്ര പോകുമ്പോൾ ഒരു അമീറിനെ നിശ്ചയിക്കണമെന്ന് പറഞ്ഞല്ലോ പ്രിയപ്പെട്ടവരെ. ആ അമീർ നല്ല വിവരസ്ഥനാവണം. ഒരു വലിയ യാത്ര പോകുമ്പോൾ ഒരു വിവരമില്ലാത്തവൻ അമീറാക്കരുത്. അല്ലെങ്കിൽ യാത്ര തിരുവനന്തപുരത്തിനുള്ളത് പിന്നെ തെക്കോട്ടുള്ളത് വടക്കോട്ടായി പോകും. അതുകൊണ്ട് നല്ല വിവരമുള്ളവനാണ്. ആ വിവരമുള്ളവൻ ചിലപ്പോൾ നമ്മൾ ക്യാഷൊക്കെ ഒരു അമീറിനെ നിശ്ചയിച്ചിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ എല്ലാം ഒരുമിച്ച് കൂട്ടിയൊക്കെ എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ അതും ശ്രദ്ധിക്കണം. കൂടെയുള്ള ആളുകളോട് എല്ലാവരും തൃപ്തിയുണ്ടോ എന്ന് ചോദിക്കണം. ചിലപ്പോൾ ചില ആളുകളുടെ മനസ്സിലുണ്ടാവും, ചിലപ്പോൾ 2 ദോശയും ചമ്മന്തിയും കഴിച്ചവരുണ്ടാവും, വലിയ ഇത്രേ ഉള്ള മീനൊക്കെ കഴിച്ചവരുണ്ടാവും. ബില്ല് വരുമ്പോൾ ഒന്നിച്ചടിക്കുക. ആ ബില്ല് വരുമ്പോൾ അവന്റെ മനസ്സിലുണ്ടാവും, ഓ പഹയൻ, എനിക്ക് ഷുഗറാണ്, അതുകൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. അല്ലാതെ മീൻ കഴിക്കാൻ പറ്റാത്തോണ്ടൊന്നുമല്ല, എനിക്കല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ട്, ആ രോഗത്തിന്റെ പേരിലാണ് ഞാൻ കഴിക്കാത്തത്. പക്ഷേ വലിയൊരു മീനൊക്കെ വന്ന് തീർത്തിട്ട് എന്റെ മനസ്സിനെന്താ വലിയ റാഹത്തായി, യാത്ര ഏതായാലും ലാഭമായിട്ടുണ്ട്, മറ്റവൻ നഷ്ടമായിട്ടുണ്ട്. ഇത് മനസ്സിൽ പൊരുത്തമില്ലാതെ ഭക്ഷണം കഴിച്ചാൽ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് യാത്രയിൽ ആ അമീർ ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കുകയും അവരെ തൃപ്തിപ്പെടുത്തുകയും വേണം.